വെൽക്കം ടു അന്നാസ് യൂട്യൂബ് ചാനൽ. നമ്മളിന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നതേ നല്ല അടിപൊളി ഒരു ഹോം മെയ്ഡ് സമൂസ റെസിപ്പിയാണ്. നമുക്ക് വീട്ടിൽ തന്നെ വളരെ സിമ്പിളായിട്ട് ഹെൽത്തി ആയിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല അടിപൊളി ഒരു സമൂസയുടെ റെസിപ്പിയാണ്. നമ്മൾ ഈ സമൂസ തയ്യാറാക്കുന്നത് ഗോതമ്പ് പൊടി കൊണ്ടാണ്. നമുക്ക് വളരെ സിമ്പിളായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ വളരെ ഹെൽത്തി ആയിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സമൂസ റെസിപ്പിയാണ്. അതിനുവേണ്ടി ഫസ്റ്റ് നമ്മൾ 1 ഗ്ലാസ് ഗോതമ്പ് പൊടിയാണ് എടുക്കുന്നത്. നമ്മൾ മൈദ വെച്ച് ഓൾറെഡി നമ്മൾ സമൂസ റെസിപ്പി തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു. ഇത് നമ്മൾ ഹെൽത്തി ആയിട്ട് ഗോതമ്പ് പൊടി വെച്ചിട്ട് തന്നെയാണ് തയ്യാറാക്കുന്നത്. അതിനുശേഷം നമ്മൾ ഇതിലേക്ക് 1 സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ നമ്മൾ ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിന് നമ്മൾ ഉപ്പും കൂടി ഇട്ട് കൊടുത്തു. ഇനി നമ്മൾ നന്നായിട്ട് ഇതൊരു ചപ്പാത്തിക്കൊക്കെ കുഴച്ചെടുക്കുന്നത് പോലെ നന്നായിട്ട് ഇതൊന്ന് കുഴച്ചെടുക്കണം. അപ്പോൾ നമ്മുടെ ഈ ഗോതമ്പ് പൊടി അതിലേക്ക് നമ്മൾ 1 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. അതിനുശേഷം ഉപ്പും കൂടി ഇട്ട് നന്നായിട്ട് നമ്മളിത് മിക്സ് ചെയ്ത് കുഴച്ചെടുക്കണം. ഇനി ഇതിനാവശ്യമായിട്ടുള്ള ഫില്ലിങ്ങിന് വേണ്ടി നമ്മളൊരു 2 മുട്ട പുഴുങ്ങി ചെറുതായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ഉരുളക്കിഴങ്ങ് നന്നായിട്ട് വേവിച്ചെടുത്ത് വച്ചിട്ടുണ്ട്. ഒരു സവോള, അതുപോലെ തന്നെ ആവശ്യത്തിന് കറിവേപ്പില, പിന്നെ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നമ്മൾ ചോപ്പ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഗോതമ്പ് പൊടി നന്നായിട്ട് ഇതിൻ്റെ ഈ ചപ്പാത്തി പരുവത്തിന് നമ്മൾ സാധാരണ ചപ്പാത്തിക്കൊക്കെ എങ്ങനെയാണോ കുഴച്ചെടുക്കുന്നത് അതുപോലെ നമ്മൾ കുഴച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം നമ്മുടെ ഫില്ലിങ്ങാണ് നമ്മൾ തയ്യാറാക്കിയെടുക്കാൻ പോകുന്നത്. അതിനുവേണ്ടി നമ്മൾ ആവശ്യത്തിന് ഇതെല്ലാം ഒന്ന് വഴറ്റിയെടുക്കാൻ ആവശ്യത്തിന് നമ്മൾ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഒരു സവോള ചെറുതായിട്ട് ചോപ്പ് ചെയ്തത് നമ്മൾ ആ എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് വഴറ്റിയെടുക്കണം. ഒരു 2 പച്ചമുളക് ചെറിയ ചെറിയ രീതിയിൽ വട്ടത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷം നമ്മൾ ഒരു 2-3 വെളുത്തുള്ളി ചെറിയ കഷ്ണങ്ങളാക്കിയതും ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് ചോപ്പ് ചെയ്തതും പിന്നെ നമ്മൾ എടുത്തു വെച്ചിരുന്ന അത്രയും കറിവേപ്പില ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്തതും എല്ലാം കൂടിയിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുകയാണേ. ഒരു സവോള, 2 പച്ചമുളക്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഒരു 3-4 അല്ലി വെളുത്തുള്ളി ചെറിയ കഷ്ണങ്ങളാക്കിയത്, കറിവേപ്പില, അതുപോലെ തന്നെ നമ്മൾ കുറച്ച് മല്ലിയില ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഉപ്പും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമ്മളിതിന് പാകത്തിന് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇത് എണ്ണയ്ക്കകത്തിട്ട് വഴറ്റിയെടുക്കണം. അപ്പോൾ ഏകദേശം ഒന്ന് വഴഞ്ഞ് കഴിയുമ്പം നമ്മൾ അതിലേക്ക് കിഴങ്ങ് പുഴുങ്ങി വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ കിഴങ്ങ് പുഴുങ്ങിയതും കൂടെ നമ്മൾ ഈ മിക്സിലേക്കിട്ട് ഒന്നുകൂടെ ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കണേ. അപ്പോൾ നമ്മുടെ ഈ മിക്സ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ കിഴങ്ങ് പുഴുങ്ങിയതും കൂടെ നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നമ്മൾ 1 സ്പൂൺ ചിക്കൻ മസാലയാണ് നമ്മൾ ഇട്ട് കൊടുത്തത്. ഒരു സമൂസയ്ക്ക് ഒരു നല്ല ടേസ്റ്റൊക്കെ കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ ചിക്കൻ മസാല ഇട്ട് കൊടുത്തത്. അപ്പം നമുക്ക് കുറച്ച് എരിവിന് വേണ്ടി നമ്മളൊരു 1/2 സ്പൂൺ കുരുമുളക് പൊടിയും കൂടി ഇട്ട് നമുക്ക് എന്തേരം എരിവാണോ വേണ്ടത് അതനുസരിച്ച് നമുക്ക് കുരുമുളക് പൊടിയൊക്കെ ആഡ് ചെയ്യാം. നമ്മളിവിടെ 2 പച്ചമുളകും ഇട്ടിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നമ്മൾ മുട്ട പുഴുങ്ങി ചെറിയതായിട്ട് ആ പുഴുങ്ങിയ മുട്ട ചെറുതായിട്ട് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഉണ്ണിയൊന്നും കളയാതെ മൊത്തത്തിൽ നമ്മൾ ചെറുതായിട്ട് അത് കട്ട് ചെയ്ത് എടുത്തു. ഇനി നമ്മൾ നന്നായിട്ട് ഈ മസാല എല്ലാം കൂടെ ഒന്ന് വഴറ്റിയെടുക്കണേ. അപ്പോൾ ഈ മിക്സ് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴറ്റി വരണം. അപ്പം നമ്മുടെ കിഴങ്ങും മുട്ടയും ഒക്കെ നമ്മുടെ ആ മിക്സിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ജോയിനായി വരണം. അപ്പം നല്ലതായിട്ട് മിക്സ് ആയിട്ടുണ്ട്. അപ്പം നമ്മുടെ ഇതിനുള്ള ഇനിയൊരു ഫില്ലിങ് ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ തയ്യാറാക്കി എടുക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഒരു കവർ ഷീറ്റാണ്. ഫസ്റ്റ് നമ്മൾ ഇത് നന്നായിട്ട് ഈ ഒരു ചപ്പാത്തി പരുവത്തിന് തയ്യാറാക്കിയെടുത്തിട്ട് നമ്മളിത് ചപ്പാത്തി പരത്തുന്നത് പോലെ ഒന്ന് പരത്തിയെടുക്കുക. ഒത്തിരി വലുതായിട്ടൊന്നും പരത്തണ്ട. ഫസ്റ്റ് നമ്മൾ പരത്തുമ്പോഴേ നമ്മൾ ഓരോന്നോരോന്ന് നമ്മൾ പരത്തിയെടുക്കുന്നുണ്ട്. നമ്മളൊരു 6 ബോൾസ് ആക്കി എടുത്തിട്ടുണ്ടായിരുന്നു. ആ 6 ബോൾസ് നമ്മളൊരു ചപ്പാത്തിക്കൊക്കെ പരത്തിയെടുക്കുന്നത് പോലെ നന്നായിട്ടൊന്ന് പരത്തിയെടുക്കുക. നമ്മുടെ എല്ലാം ഇങ്ങനെ റെഡി ആയിട്ടുണ്ട്. ഫില്ലിങ് നമ്മൾ ഓൾറെഡി റെഡിയാക്കി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നേ. നമ്മൾ മൈദ വെച്ചിട്ട് ഓൾറെഡി ഈ ഷീറ്റൊക്കെ എങ്ങനെ തയ്യാറാക്കിയെടുക്കാം എന്നൊക്കെ ഇത് നമ്മളൊരു ഫസ്റ്റ് ട്രൈ ചെയ്ത് നോക്കുന്നതാണ്. ഗോതമ്പ് പൊടി കൊണ്ട് ഇതെങ്ങനെ ചെയ്തെടുക്കാം എന്നുള്ള രീതിയിൽ കുറച്ചും കൂടെ ഹെൽത്തി ആക്കി എടുക്കാൻ പറ്റും നമ്മൾ ഗോതമ്പ് പൊടി കൊണ്ട് ചെയ്യുമ്പോഴാണ്.
അപ്പോൾ അതുകൊണ്ട് നമ്മളെല്ലാം ഇങ്ങനെ ഏകദേശം ഒന്ന് പരത്തി കഴിയുമ്പം നമ്മൾ ഓരോരോ ഷീറ്റ് എടുത്തിട്ട് അതിലേക്ക് കുറച്ച് നെയ്യൊന്ന് തേച്ച് കൊടുത്തിട്ട് കുറച്ച് പൊടിയും കൂടെ നമ്മൾ ഇട്ട് കൊടുത്ത് ഇതൊന്നിങ്ങനെ ഒന്നിന് മണ്ടയിൽ ഒന്നായിട്ട് നമ്മളിങ്ങനെ ഒന്ന് അടുക്കി വെക്കണേ. നമ്മളൊരു 6 ഷീറ്റാണ് നമ്മൾ തയ്യാറാക്കിയെടുക്കുന്നത്. അപ്പോൾ നമ്മളതേണ്ട അടുത്തത് വെച്ചു. അതിനുശേഷം വീണ്ടും നമ്മൾ കുറച്ച് നെയ്യൊന്ന് തൂക്കിക്കൊടുത്തു. അതിനുശേഷം നമ്മൾ കുറച്ച് പൊടി അതിൻ്റെ മണ്ടയിൽ വെതറി. അതിന് ശേഷം വേണം അടുത്ത ഷീറ്റ് എടുത്ത് വെക്കാൻ. തമ്മിൽ ഒട്ടിപ്പോകാതിരിക്കാൻ വേണ്ടിയാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. എന്നിട്ട് നമ്മളെല്ലാം ഇങ്ങനെ ഓരോരോ ഷീറ്റുകളായിട്ട് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി എല്ലാം കൂടെ ഒന്നിച്ച് വെച്ച് നമ്മൾ നന്നായിട്ട് ഒന്നും കൂടെ ഒന്ന് പരത്തിയെടുക്കണേ. അപ്പോൾ നമ്മുടെ 6 ഷീറ്റും കൂടെ ഒന്നിച്ചാണ് നമ്മളിപ്പോൾ പരത്തിയെടുക്കുന്നത്. നമുക്ക് വളരെ സിമ്പിളായിട്ട് ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ ഈ ടെക്നിക്ക് യൂസ് ചെയ്യാവേ. ഓരോ ഷീറ്റ് നമ്മൾ പരത്തിയെടുത്തിട്ട് അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിക്കുക, കുറച്ച് പൊടി ഇടുക, അടുത്ത ഷീറ്റ് ഇടുക, അങ്ങനെ എന്നിട്ട് ഒന്നിച്ച് നമുക്ക് പരത്തിയെടുക്കാം. എന്നിട്ട് നമ്മൾ ഒന്നും കൂടി ഇതൊന്ന് പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതൊന്ന് തവയിൽ വെച്ച് ഒന്ന് ചൂടാക്കിയെടുക്കണം. ഇതെല്ലാം കൂടെ ഒന്നിച്ച് ചൂടാക്കിയെടുത്താൽ മതി. ഉണ്ടോ, എല്ലാം ഒരു സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ തവയിൽ വെച്ച് നന്നായിട്ട് ഇതൊന്ന് ചൂടാക്കിയെടുക്കണം. മാക്സിമം നമുക്ക് കട്ടി എന്തേരം കുറയ്ക്കാൻ പറ്റുമോ അത്രയും കട്ടി കുറയ്ക്കുന്ന രീതിയിൽ നമുക്ക് ഒരുമിച്ചൊന്ന് സെറ്റാക്കി എടുക്കാവേ. എന്നിട്ട് തന്നെ നമ്മളിത് തവയിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എല്ലാം കൂടെ എല്ലാ ഷീറ്റും കൂടെ ഒന്നിച്ച് നമ്മളതൊന്ന് ഒരുപാട് ഇങ്ങനെ വേവിച്ചെടുക്കുകയൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് മുരിഞ്ഞ് കിട്ടിയാൽ മതിയേ. അപ്പോൾ അതേണ്ടേ നമ്മുടെ ഇത് ഏകദേശം ഒന്ന് സെറ്റായിട്ടുണ്ട്. ഇനി നമ്മൾ സമൂസ നമുക്ക് കവർ ഷീറ്റ് എടുക്കാനുള്ള നമുക്ക് തയ്യാറാക്കിയെടുക്കാനുള്ള ഒരു എളുപ്പത്തിന് വേണ്ടി നമ്മളിങ്ങനെ അതൊന്ന് ഒരു നീളത്തിലിങ്ങനെ കട്ട് ചെയ്തിട്ട് നമ്മൾ ക്രോസ് ചെയ്ത് വെക്കുക. അതിനുശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിരുന്ന മിക്സിങ് നമ്മളിതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. സമൂസ നമുക്ക് പെട്ടെന്ന് മടക്കിയെടുക്കാനുള്ളൊരു എളുപ്പത്തിന് വേണ്ടിയാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ആവശ്യത്തിന് ഫില്ലിങ് നമ്മളിട്ട് കൊടുത്തു. എന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് ആയിട്ട് മടക്കിയെടുക്കുക. അങ്ങനെ നമുക്ക് വളരെ സിമ്പിളായിട്ട് വീട്ടിൽ തന്നെ വളരെ ഹെൽത്തി ആയിട്ട് നമുക്ക് സമൂസ തയ്യാറാക്കിയെടുക്കാവേ. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ഇനി നമുക്കത് ഒട്ടാനൊക്കെ ഇച്ചിരി പാടുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് മൈദ നന്നായിട്ട് ഒട്ടുന്ന ഒരു ഇതാണ്. അപ്പോൾ നമ്മൾ ആ സൈഡ് ഒട്ടിക്കാൻ വേണ്ടി മാത്രം കുറച്ച് മൈദ ഒന്ന് തേച്ച് കൊടുക്കുന്നുണ്ടേ. ഒന്ന് പൊട്ടിപ്പോകാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഒന്ന് ടൈറ്റ് ചെയ്തിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ മൈദ ചെറുതായിട്ടൊന്ന് ഒരു പശ പോലെ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ അടുത്തത് വെച്ചു. അതിനുശേഷം നമ്മൾ ഇപ്പോൾ രണ്ട് ഷീറ്റ് ക്രോസ് ചെയ്ത് വെക്കുന്നതിൻ്റെ അടിയിൽ നമ്മൾ കുറച്ച് മൈദ തേച്ച് കൊടുക്കുന്നുണ്ട്. അത് നന്നായിട്ടൊന്ന് ഫിറ്റ് ആയിട്ടിരിക്കാൻ വേണ്ടി. ആദ്യം ഒരു കുരിശാകൃതിയിൽ ഇങ്ങനെ വെക്കുക. അതിനുശേഷം ഫില്ലിങ് കൊടുക്കുക. എന്നിട്ട് ലെഫ്റ്റ് സൈഡ് മടക്കുക, റൈറ്റ് സൈഡ് മടക്കുക, മണ്ടയും താഴെയും കൂടെ മടക്കിയെടുക്കുക. അങ്ങനെ വളരെ സിമ്പിളായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റുമേ. എന്നാൽ വളരെ ഹെൽത്തി ആയിട്ടാണ്. കാരണം നമ്മൾ കടയിൽ നിന്നൊക്കെ കിട്ടുന്ന ശരിക്കും മൈദ മാവായിരിക്കും. അപ്പോൾ അതിലൊക്കെ നമുക്ക് ഹെൽത്തി ആയിട്ട് വീട്ടിൽ തന്നെ നമുക്ക് സിമ്പിളായിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്നൊരു റെസിപ്പിയാണേ. നമ്മൾ ജസ്റ്റ് ഒന്ന് ഒട്ടാൻ വേണ്ടി മാത്രം ആ സൈഡിൽ കുറച്ച് മൈദ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഇത് കണ്ടോ, നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും തയ്യാറാക്കി. അങ്ങനെ നമ്മുടെ എല്ലാം ഏകദേശം റെഡി ആയിട്ടുണ്ടേ. ലാസ്റ്റ് ഇതൊക്കെ നല്ല സെറ്റായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ നമ്മളെന്തിൻ്റെ എല്ലാം നമ്മളെ റെഡി ആയിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഓരോന്നോരോന്നായിട്ട് നല്ല തിളച്ച എണ്ണയ്ക്കകത്തിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. നമ്മൾ വെളിച്ചെണ്ണയാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. വെളിച്ചെണ്ണയ്ക്കകത്തോട്ട് നമ്മൾ ഈ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഓരോന്നോരോന്ന് ഒരു ബ്രൗൺ കളർ അതിൻ്റെ നമ്മുടെ എല്ലാ ഷീറ്റും നമ്മൾ തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. അങ്ങനെ വളരെ സിമ്പിളായിട്ട് ഈസി ആയിട്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഹോം മെയ്ഡ് സമൂസ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളെല്ലാം ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക്സ് ഫോർ വാച്ചിങ് അന്നാസ് യൂട്യൂബ് ചാനൽ. ഒരു ഡിഫറെൻ്റ് ആയിട്ട് 4 മണിക്കൊക്കെ നമുക്ക് വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കി, നമ്മുടെ വീട്ടിൽ ഗോതമ്പ് പൊടി ഉണ്ടോ, നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുതേ. താങ്ക്സ് ഫോർ വാച്ചിങ് അന്നാസ് യൂട്യൂബ് ചാനൽ.